പണ്ടേ എല്ലാവരും ഹിന്ദു അണിച്ചെന്തിനാ വൈക്കം സത്യാഗ്രഹം? പണ്ടേ എല്ലാവരും ഹിന്ദു അണിച്ചെന്തിനാ ഗുരുവായൂർ സത്യാഗ്രഹം? പണ്ടേ എല്ലാവരും ഹിന്ദു ആണെങ്കിൽ എന്തിനാ പാലിയം സത്യാഗ്രഹം? എല്ലാവരും ഹിന്ദു ആയിരുന്നോ? എല്ലാവരും ഹിന്ദു ആയിരുന്നില്ലല്ലോ. എല്ലാവരും ഹിന്ദു അണിച്ചാൽ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറ്റണ്ടേ? എല്ലാവരും ഹിന്ദു അണിച്ചാൽ എല്ലാവർക്കും എല്ലാ അമ്പലത്തിലും നേരാണ്ട് കയറി ചെന്ന് തൊഴാൻ പറ്റുമായിരുന്നില്ലേ? പിന്നെന്തിനാ സമരം? ഇവിടെ എന്തിനാ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? എന്തിനാ വൈക്കത്ത് അമ്പലത്തിൽ? അതൊക്കെ 100-ാം വാർഷികം ആഘോഷിക്കാൻ ഇപ്പോൾ 100 കഴിഞ്ഞു വൈക്കത്തിൻ്റെ. ഇവിടെ 100 കൊല്ലം ഒറ്റ മനുഷ്യ ഈ ഈഴവൻ തീയൻ മുതൽ പിന്നോക്കക്കാരായ ഒരു ജാതിക്കാരെയും ഹിന്ദു ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ചാൽ എല്ലാ അമ്പലത്തിലും കയറ്റണ്ടേ? അവരെ വേറെയാക്കി. അങ്ങനെയല്ലേ ഇവിടെ ഉണ്ടായത്? ഇപ്പം എല്ലാവരും ഗുരുവായിരിക്കും. 100 കൊല്ലം ഒരു 60, 70, 80 കൊല്ലം ഗുരുവായൂർ പോലെ എന്താ സ്ഥിതി? തീയന്മാരെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റുമോ? തീയന്മാർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ 1 കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കുക. അവിടെ ഒരു ആലുണ്ട്. അതിന് ആലിൻ്റെ പേരിന് തീയന്മാരുടെ ആലുതാ. തീയന്മാർക്കൊരു ആലിനെയാ, അല്ലാതെ തിരുവന്മാർക്കൊരു അമ്പലമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ആല ആലിലോട്ടില്ലേ തീയം ചെല്ലുക. അവിടെ രണ്ട് രക്തപുഷ്പാഞ്ജലി, മറ്റേ പുഷ്പാഞ്ജലി, പാൽപ്പായസം എന്നൊക്കെ പറഞ്ഞിട്ട് റെസീറ്റ് ആക്കുക. ഒരു നമ്പൂരി അവിടെ വരും. നമ്പൂരി റെസീറ്റും വാങ്ങിപ്പോവും, പൈസയും വാങ്ങിപ്പോവും. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്പൂരി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് റെസീറ്റും പ്രസാദവും കൂടെ എറിഞ്ഞും തരും. ഒരു ദിവസം രാവിലെ ഇവിടെ സോഷ്യലിസം ഉണ്ടാവുമോ? ഇല്ല. എന്താ കാരണം? ഏറ്റവും കൂടുതൽ എതിരാളികളുള്ളത് സോഷ്യലിസത്തിനാണ്. എല്ലാ മുതലാളിമാരും എതിരാണ്. പിന്നെയോ ഇവിടെ അത്തരമൊരു പാർട്ടി ഉണ്ടാക്കാൻ ഒരുപാട് പ്രയാസങ്ങളെ നേരിടേണ്ടി വരും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എതിരാളികൾ സോഷ്യലിസത്തിനുള്ളതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എതിരാളികളുടെ പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. നിങ്ങൾ റോട്ടിലിറങ്ങിയ എല്ലാവരും നമുക്കെതിരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ നമുക്കെതിരാണ്. വേറൊരു സംഘടന നമുക്കെതിരാണ്. ജാതി സംഘടന നമുക്കെതിരാണ്. വർഗീയവാദി നമുക്കെതിരാണ്. മുതലാളിത്ത പക്ഷപാതി അയാളും എതിരാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ അതും എതിരാണ്. പിന്നെ 9 മണി മുതൽ 12 മണി ചർച്ചയിലിരിക്കുന്ന ആൾക്കാർ അവരൊക്കെ എതിരാണ്. ഇത്രയേറെ എതിരാളികളുടെ വേറൊരു പ്രസ്ഥാനം ഉണ്ടാകും. എന്തുകൊണ്ടാണ് ഈ എതിർപ്പ്? എതിർപ്പ് ഈ ഉന്നതമായ ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എല്ലാ വർഗ താല്പര്യങ്ങളും നമുക്കെതിരായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ എതിർപ്പുണ്ടാവും. ആ എതിർപ്പുണ്ടായതുകൊണ്ട് ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഇല്ലാതാവുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ എതിർപ്പുണ്ടായിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ CPIM. ഇപ്പോഴും ആ എതിർപ്പിനെ നമ്മൾ നേരിടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇല്ലാതെ പോകും. തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണിത്. ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് സമൂഹത്തിൽ പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാനാവും. സോഷ്യലിസം ഉടനെ സ്ഥാപിക്കാനായില്ലെങ്കിലും ഒരുപാട് മാറ്റം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇന്ത്യയിൽ 24% ആളുകൾ അതിദരിദ്രരാകുമ്പോൾ ഏതാണ്ട് എത്ര കോടി ആളുണ്ടാവും? 70 കോടി ആളുകൾ ഇന്ത്യയിൽ അതിദരിദ്രരായിരിക്കും. 70 ഒരു 40-50 കോടി, 40 കോടിയുടെ അടുത്ത് ആളുകൾ അതിദരിദ്രരായിരിക്കും. അതാണ് ഇന്ത്യ. അത് മൻമോഹൻ സിംഗ് ഭരിച്ച ഇന്ത്യയാണ്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിച്ച ഇന്ത്യയാണ്, ഇന്ദിരാഗാന്ധി ഭരിച്ച ഇന്ത്യയാണ്, നരേന്ദ്രമോദി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയാണ്. പക്ഷേ ആ ഇന്ത്യയിൽ ഈ 24% അതിദരിദ്രരുള്ള ഇന്ത്യയിൽ ഒരു അതിദരിദ്രൻ ഇല്ലാത്ത ഒരു സ്ഥലമുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ പേരാണ് സഖാവ് പിണറായി വിജയൻ ഭരിക്കുന്ന കേരള സംസ്ഥാനം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഇന്ത്യയാകെ ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ എങ്ങനെയാണ് കേരളത്തിന് മാത്രമായിട്ട് അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ കഴിയുന്നത്? ദാരിദ്ര്യം ഇല്ലാതായിട്ടില്ല, അതിദാരിദ്ര്യം ഇല്ലാതെയായി. സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എന്താ 2ാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ ഒന്നാമത്തെ തീരുമാനം എന്തായിരുന്നു? ഞങ്ങൾ CPIM-ൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒരു പ്രമേയം അംഗീകരിച്ചു. ആ പ്രമേയം അവസാനിപ്പിച്ചുകൊണ്ട് CPIM പറഞ്ഞു, ഇന്നുള്ള ജീവിത നിലവാരത്തിൽ നിന്ന് ഒരു പടി കൂടി മുകളിലേക്ക് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിത നിലവാരത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ഈ പുതിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനുള്ളത്. വളരെ കൃത്യമാണ്. ഈ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ? അതിദരിദ്രരെ കണ്ടെത്തലാണ്, അതില്ലാതാക്കലാണ്. എന്താ പിണറായി ഗവൺമെൻറ് ഇതാദ്യത്തെ കാര്യം? കേരളത്തിലെ അതിദരിദ്രരുടെ എണ്ണം എടുത്തു. നമ്മൾ നോക്കിയപ്പോൾ എന്താ? 66,000 കുടുംബങ്ങളേ ഉള്ളൂ. ഒരു കൊല്ലം കൊണ്ട് ആ കുടുംബങ്ങളെ പ്രത്യേകം പരിഗണിച്ച് ആ 66,000 കുടുംബങ്ങളുടെയും അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച് ഗവൺമെൻറ്റിനെ മുൻകൈയെടുത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കിയത് കൊണ്ടാണ് ലോകത്തിൻ്റെ മുന്നിൽ വിസ്മയം പോലെ ഈ കേരള സംസ്ഥാനം ഇപ്പോൾ നിൽക്കുന്നത്. എത്ര വലിയ വളർച്ച, വലിയ മുന്നേറ്റമില്ലേ കേരളത്തിൻ്റേത്? ഈ കേരളത്തിൽ 1950-കളിലെ ആയുർനിരക്ക് എത്ര? 44 വയസ്സാണ്. ശരാശരി ആയുർദൈർഘ്യം 44. 60 വയസ്സൊക്കെ ആയി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ടല്ലേ 60 വയസ്സിൽ ആഘോഷം, ഷഷ്ടി പൂർത്തി എന്നുകൊണ്ട് ആഘോഷമുണ്ട് 60 വയസ്സിൽ. ഇപ്പം 60 വയസ്സായ ആളെ കണ്ടാൽ തിരിച്ചറിയോ?
ആള് പെൻഷനൊക്കെ പറ്റി നമുക്ക് കണ്ടാൽ തോന്നൂല. മുടി തന്നെ ഇപ്പം എല്ലാവരും കുറച്ച് ആൾക്കാർക്ക് വെളുത്ത മുടിയില്ല, എന്നെ പോലെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് വെളുത്ത മുടിയും വെളുത്ത താടിയുള്ളു. ബാക്കി മുഴുവൻ ആൾക്കാർക്ക് ഒരിക്കലും മുടി വെളുക്കുന്നില്ല. നല്ല കറുത്ത മുടി ഡൈ ചെയ്ത് മോട്ടോർ സൈക്കിള്, കാറ്, അതിലൊക്കെ ഏറ്റവും വേഗതയിൽ പോണ ആളുടെ വയസ്സ് വെച്ചാൽ 65. പിന്നീട് മേപ്പട്ടിക്കുക. മനസ്സിലായി ഞങ്ങൾ? ആരോഗ്യം കൂടി വടി കുത്തിപ്പിടിച്ച് നടക്കണം ഒരാളെങ്കിൽ ഇന്ന് കണ്ടപ്പെടും. ഈ പൊതുയോഗത്തിനൊന്നേലും ഒരാൾ വടി കുത്തിപ്പിടിച്ച ഒരാൾ ഇവിടെ ഞങ്ങൾ ഉത്തരേന്ത്യയിലൊന്ന് പോയി നോക്കിയേ. ഉത്തരേന്ത്യ പോയി നോക്കൊണ്ടു വടി കുത്തിപ്പിടിച്ച് വരണ വയസ്സ് എത്ര വെച്ചാൽ 50, 49. ആ UP ബീഹാറിലൊക്കെ പോയാൽ 50, 49 വയസ്സായാൽ വടിയും കുത്തി പിടിച്ച് നടക്കുകയാണ്. ഇവിടെയോ നമ്മളെ നാട്ടിലോ? നമ്മളെ നാട്ടിൽ റിട്ടയർ ചെയ്തിട്ടാണ് കല്യാണം കഴിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് നമ്മളെ നാട്ടിൽ. നാടിൻ്റെ ആരോഗ്യം വർദ്ധിച്ചതിൻ്റെ പ്രത്യേകത അത്. ഏറ്റവും ദീർഘമേറിയ ആയുർദൈർഘ്യം കേരളത്തിലാണ്. 79 വയസ്സാ. 79 വയസ്സാട്ടാ. നിങ്ങൾ പേടിക്കേണ്ട. ഇപ്പോൾ ഒരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരാണ് AI ടെക്നോളജി. ആ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നതോട് കൂടിയിട്ട് നടക്കാൻ പോണ ഒന്നാമത്തെ കാര്യം എന്താ നിങ്ങൾ? നമ്മളൊക്കെ ആയുർനിരക്ക് താമസിയാതെ ഒരു 10-25 കൊല്ലം കൊണ്ട് 100 വയസ്സാവും. മനസ്സിലായില്ലേ? പിന്നൊരു 25 കൊല്ലം കൊണ്ട് തിരൂർക്കാട്ട് 150 വയസ്സുള്ള ആളുണ്ടാവും. അപ്പോഴേക്കും ഞങ്ങൾക്ക് 150 ആവില്ല. മനസ്സിലായോ? മനുഷ്യൻ്റെ ആയുസ് ഇങ്ങനെ മേലോട്ട് പോകുന്ന തരത്തിൽ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഗുണം സമൂഹത്തിനുണ്ടാവുകയാണ്. ആ മുന്നേറ്റത്തിൽ ഏറ്റവും മുന്നിൽ ഇന്ത്യയിൽ നിൽക്കുന്ന ആരാ? കേരളമാണ്. ഇന്ത്യയിലെ വേറെ ഏത് സംസ്ഥാനത്ത് ജീവിക്കുന്ന മനുഷ്യനേക്കാളും ഇന്ത്യയുടെ ശരാശരി ആയുർദൈർഘ്യത്തെക്കാളും 10 കൊല്ലം ആയുസ് അധികമുണ്ട് മലയാളിക്ക്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് നേടി എന്ന ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരം 10 കൊല്ലത്തെ ആയുസ് അധികമായി നാട്ടിലെ ജനങ്ങൾക്കുണ്ടാക്കി കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതാണ് ഒന്നാമത്തെ നേട്ടം. പിന്നെയോ, ഈ ലോകത്ത് 96% ആളുകൾക്ക് വീടും കിടപ്പാടവും ഉള്ള ഒരു സ്ഥലം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? 96%-നാണ് വീടും കിടപ്പാടവും. ഇപ്പോൾ മോഹനവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, കുറേ ആൾക്കാർ നമ്മളെ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഒരു സമരചരിത്രം, വെള്ളുവനാടിൻ്റെ വലിയ സമരചരിത്രത്തിൻ്റെ ഒരു ഹൃദയഭൂമിയാണ് ഈ വെള്ളുവനാട് താലൂക്ക്. ഈ മങ്കട, പെരിന്തൽമണ്ണ, ഈ പിന്നെ പുരാമന്തോള്, നമ്മുടെ ഈ പ്രദേശം, അക്രമം, ഈ പ്രദേശമൊക്കെ വലിയ പ്രക്ഷോഭങ്ങളുടെ നാടാണ്, സമരങ്ങളാണ്. ജന്മിത്വത്തിന് ഏറ്റവും വലിയ ജന്മിമാർ തിങ്ങി താമസിച്ച പ്രദേശങ്ങളിൽ ഇത് കേരളത്തിലെ ഏറ്റവും വലിയ ജന്മിമാരുടെ സ്ഥലമല്ലേ ഇതൊക്കെ? വലിയ വലിയ മനകൾ മുഴുവൻ ഇവിടെ ഇല്ലേ? അവരെല്ലാം ജന്മിമാരായിരുന്നില്ലേ? എല്ലാവരും അല്ല, വലിയ ഭൂരിപക്ഷമുള്ള വലിയ നല്ല പണമുള്ള ജന്മിമാർ ഇവിടെ ഉണ്ടായിരുന്നു. ആ ജന്മിത്വത്തിൻ്റെ എല്ലാ കടന്നാക്രമണവും ഉണ്ടായിരുന്നു. ആ ജന്മിത്വം എന്ന് പറഞ്ഞാൽ എന്താ? ആയിരക്കണക്കിന് ഏക്കർ ഒരാൾക്കാ, 10 സെന്റ് ഭൂമി ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളാണ്. എന്നാൽ ഇന്ന് 96% ആൾക്കാർക്ക് കിടപ്പാടുണ്ടല്ലോ. ലോകത്ത് വേറൊരു സ്ഥലത്തുണ്ട്, ഈ ഭൂമിയിൽ, അമേരിക്കയിലുണ്ടാ? ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? സംശയിക്കൊന്നും വേണ്ടട്ടോ. അങ്ങനെ ഒരു സ്ഥലമേ ഭൂമിയിലുള്ളൂ. 96% ആൾക്കാർക്ക് സ്വന്തമായി കിടപ്പാടവും വീടും എല്ലാം ഉള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് കേരളമാണ്. ആ 96-ൽ ബാക്കി ഒരു 4% ഉണ്ട്. ആ 4%-നും കൂടി വീടുണ്ടാക്കി കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ളത് എവിടെയാണ്? ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് അമേരിക്കയിലല്ല, ഈ കേരളത്തിലാണ്. ഏറ്റവും കുറവ് പ്രസവ സമയത്ത് കുഞ്ഞുങ്ങൾ മരിക്കുന്നത്, അമ്മമാർ മരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ എണ്ണം കേരളത്തിലാണ്. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ എന്താ സ്ഥിതി? കോവിഡ് വന്നപ്പോൾ നമ്മൾ TV കണ്ടു, അമേരിക്കയിലും സ്പെയിനിലും പോർച്ചുഗലിലും ഒക്കെ മൃതശരീരങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക, ശവം സംസ്കരിക്കാൻ കഴിയുന്നില്ല. എന്താ അവിടെ ശവം സംസ്കരിക്കാൻ കഴിയാത്തത്? അവിടെ നമ്മളിവിടുത്തെ മാതിരിയല്ല, ശവം സംസ്കരിക്കാനും സ്വകാര്യ കമ്പനിയാണ്. മനസ്സിലായില്ലേ? എല്ലാത്തിനും സ്വകാര്യവൽക്കരണമുണ്ട്. അതുകൊണ്ട് ശവസംസ്കാരത്തിൻ്റെ സ്വകാര്യവൽക്കരണമുണ്ട്. പോലീസ് സ്റ്റേഷൻ സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ട്, ജയിൽ സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ട്. എല്ലാം സ്വകാര്യവൽക്കരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ഇവരൊക്കെ BJP ഒക്കെ ഭരിച്ചാൽ കുറേ കഴിയുമ്പോൾ ഇവിടെ എല്ലാം സ്വകാര്യവൽക്കരിക്കും, സ്വകാര്യ പട്ടാളം. ആ കൂട്ടത്തിൽ സ്വകാര്യ എന്തുണ്ട്? പിന്നെ ശവസംസ്കാരമുണ്ട്. ശവസംസ്കാര കമ്പനി എങ്ങനെയാണ് സംസ്കരിക്കുക? ഒരു ദിവസം 15 മൃതശരീരം സംസ്കരിക്കും. 16-ാമത്തെ വന്നാൽ നാളെ, 30-ാമത്തെ വന്നാൽ പിന്നെ അങ്ങനെ നീണ്ടു പോകും. അപ്പോൾ നമുക്കിപ്പോൾ ഒരാൾ മരിച്ച നമ്മളവിടെയൊക്കെ വൈകുന്നേരം ഇന്ന് മരിച്ച നാളെ തന്നെ ശവസംസ്കാരം കഴിയും. യൂറോപ്പിലൊക്കെ കാത്തിരിക്കണം, തീയതി തരും, അന്ന് സംസ്കരിക്കും. കോവിഡ് വന്നപ്പോൾ എന്താ പറ്റിയത്? ഇത്രയധികം ആൾക്കാർ മരിച്ചു, സംസ്കരിക്കാൻ കഴിയില്ല. ശവം സംസ്കരിക്കാൻ കഴിയില്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു അവകാശമല്ലേ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് മരിച്ചുപോയാൽ അദ്ദേഹത്തെ സംസ്കരിക്കുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തം, വലിയ അവകാശമാണ്. മുതലാളിത്തത്തെ ചെയ്യാൻ പറ്റിയിട്ടില്ല കോവിഡ് വന്നപ്പോൾ. എന്നാൽ ഈ കോവിഡ് വന്ന കാലത്ത് മുഴുവൻ മനുഷ്യനെയും സംരക്ഷിച്ച് എല്ലാവർക്കും സൗജന്യ ചികിത്സ ഉറപ്പാക്കിയ ഒരു സ്ഥലമേ ലോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അത് കേരളമാണ്. എന്തൊരു മുന്നേറ്റമാണ്, എന്തൊരു ചരിത്ര വളർച്ചയാണ് നമുക്ക്. ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഗതി കാണാൻ കഴിയുമോ? ലോകത്ത് പോയി വരുന്ന ഓരോരുത്തരും ചോദിച്ചുകൊണ്ട് ഒരു സ്പീഡ് പോണ കാറുണ്ട് എന്നൊക്കെ പറയും. ഞാനീ പറഞ്ഞ പ്രാഥമിക സൗകര്യങ്ങൾ അവിടെ ഉണ്ടോ? യൂറോപ്പിലുണ്ടോ? ഒരിക്കൽ ചെന്ന് പെട്ടാൽ പിന്നീട് പോരാൻ തന്നെ പറ്റൂല.
ഒരിക്കൽ ചെന്ന് പെട്ടാൽ മതി, പെട്ടവും കുടുങ്ങി ഒരു കടക്കണ്ണിയിലേക്ക് അവരോട് പിടിച്ചിടുക. ആ കടം മരണം വരെ വീട്ടില്ല. അതുകൊണ്ടാണ് ഇംഗ്ലണ്ടിലേക്ക് പോയ കുട്ടികൾ തിരിച്ചു വരാത്തത്. നമ്മൾ വിചാരിക്കും അവിടുത്തെ നല്ല സൗകര്യം, അവിടെ അമേരിക്കയ്ക്ക് വീണ്ടും മോൻ വരുന്നില്ല. അതുകൊണ്ടൊന്നും അല്ലട്ടാ, പെട്ടാ പിന്നെ അവന് വരാൻ പറ്റൂല. അതിന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകണില്ല, സമയം ഇപ്പം നേരം വൈകില്ലേ. അല്ലെങ്കിൽ അവിടെ പോയാലേ ഒന്നാമത്തെ കൊല്ലം വരും, അച്ഛാ ഞാൻ ഇപ്പോൾ ഉടനെ വരുന്നുണ്ട് കയറി. 2 കൊല്ലം കഴിഞ്ഞാൽ കാണൂല, കല്യാണം കഴിച്ചാൽ തീരെ വരില്ല. പിന്നെന്ത് പറയും, അച്ഛാ ഞാൻ ഇക്കുറി പിന്നെ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല, ഞാൻ ആഫ്രിക്കയിൽ ഇറങ്ങിയിട്ട് ആഫ്രിക്കയൊക്കെ ഒന്ന് കണ്ടിട്ട് നയാഗ്ര വെള്ളച്ചാട്ടം ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകണ അല്ല മറ്റേ വിക്ടോറിയ തടാകമൊക്കെ കണ്ട അങ്ങോട്ട് എന്താ കാര്യം, വണ്ടിക്കൂലി ഉണ്ടാവില്ല. 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അങ്ങോട്ട് പറയും, അച്ഛൻ ഒന്ന് അങ്ങോട്ട് വന്നോളൂ പറയും. പ്രസവിക്കാനാകുമ്പോൾ നമുക്കൊരു കത്ത് വരും, ഒന്ന് അച്ഛനും അമ്മയും കൂടി ഒന്ന് വരണം പ്രസവിക്കാനേ, കുട്ടി നോക്കാനാണ്. ഇവിടുന്ന് പല ആൾക്കാരും അമേരിക്കയിലുള്ളവർ എന്നോട് പറഞ്ഞാൽ ഞാൻ മകനെ കാണാൻ പോവാണ് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ ചോദിക്കും, മകൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ എത്രാം മാസമാണ് ചോദിക്കും. മനസ്സിലായില്ലേ? പ്രസവിക്കാൻ നേരത്തെ അവിടെ കുട്ടിയെ നോക്കാൻ ആളെ കിട്ടൂല. അപ്പോൾ ഇവിടുന്ന് അച്ഛനും അമ്മേനോട് കൊണ്ടുപോകും. നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത മുത്തശ്ശന്മാരെ ഏറ്റവും കൂടുതലുള്ള, അതായത് വയസ്സാകുമ്പോൾ അച്ഛനും മക്കളെ മാത്രം നോക്കി ജീവിക്കുന്ന എത്രയോ ആളുള്ളൊരു രാജ്യമാണ് ഈ കേരള സംസ്ഥാനം. അപ്പോൾ അവിടെ കാശ് കൊടുക്കാതെ തന്നെ നമ്മളെ കൊണ്ടുപോകാൻ പറ്റും. തകർച്ചയുടെ ഭാഗം സ്നേഹക്കുറവുകൊണ്ടല്ല, ഒരു സാമൂഹ്യ ഘടന തകരുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിരിക്കുന്ന ആപത്തുകളാണ്. ഈ ആപത്തുകളുടെ മുന്നിൽ ലോകത്ത് അതിന് ഒരു പരിധി വരെ, ഇവിടെ സോഷ്യലിസം ഒന്നുമില്ല, ഇന്ത്യയിലെ ഒരു ചെറിയ സംസ്ഥാനമാണിത്. വലിയ മുന്നേറ്റമാണ് ഈ കേരളം ഉണ്ടാക്കിയത്. ആ മുന്നേറ്റത്തിൻ്റെ പ്രത്യേകത എന്താ? നമുക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കിട്ടി 1957 കമ്മ്യൂണിസ്റ്റുകാർക്ക് അധികാരം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു? അന്ന് വരെ തിരൂർക്കാട്ടും മങ്കടിയും അങ്ങാടിപ്പുറത്തും പിന്നെ മക്രാൻപിലും ഒക്കെ നമ്മളെ നാട്ടിലെ സ്ഥിരം കാഴ്ച എന്താ? കുടികിടപ്പിൽ താമസിക്കുന്നവൻ അച്ഛനും അമ്മയൊക്കെ കൂടി വൈകുന്നേരം കൂലിപ്പണി എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന അരി വീട്ടിൽ കഞ്ഞി കുട്ടികൾ രാവിലെ കുടിക്കുന്ന സമയത്ത് കഞ്ഞി തിളയ്ക്കുന്ന ആ കഞ്ഞി കലം തട്ടി ഉടച്ച് ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തിറക്കുന്ന ഒരു സംഭവം നമ്മളെ നാട്ടിൽ സ്ഥിരമായി നടന്നിരുന്നൊരു കാര്യം. എല്ലാ ദിവസവും നമ്മുടെ നാട്ടിൽ നടന്ന സ്ഥലം എന്താ? കുടിയിറക്കലാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ചില കുടിയിറക്ക് വിദഗ്ധന്മാരുണ്ട്. നീ കഞ്ഞിക്കലം തട്ടാൻ ഒരു മനസാക്ഷിയുള്ളവന് പറ്റുമല്ലോ. കുട്ടികൾ നോക്കിയിരിക്കരുത് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട്. ആ നേരത്ത് പോയിട്ട് ആ കുട്ടികളുടെ കണ്ണിന് മുന്നിൽ വെച്ചിട്ടാണ് ഫുട്ബോൾ തട്ടും പോലെ കഞ്ഞിക്കലം തട്ടിക്കളയാണ്. നമ്മളെ നാട്ടുമ്പുറത്ത് ഒരു സ്ഥിര കാഴ്ചയായിരുന്നു 1957 വരെ. 57 ചരിത്രമാറ്റം ഉണ്ടായി സഖാവ് EMS അധികാരത്തിലേക്ക് വന്നത്. അധികാരത്തിൽ വന്നപ്പോൾ EMSന്റെ ചെയ്തൊരു ഗുണം എന്താ? അധികാരം കിട്ടി 6 ദിവസം പിന്നിട്ട് 7ാമത്തെ ദിവസം ഒരു വീട്ടിലും കയറി ഒരു കഞ്ഞിക്കലവും ഒരാൾക്കും ചവിട്ടാനുള്ള അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ച്, കുടിയിറക്കൽ പാടില്ല എന്ന് പ്രഖ്യാപിച്ച ചരിത്രത്തിലെ 1ാമത്തെ ഗവൺമെൻറ് കേരളത്തിൽ നമുക്കുണ്ടാക്കാനായി. അതാണ് കേരളം. 1957 ചെയ്തു. 1967 2ാമത് EMS വന്നു. ആരുടെ കുടികിടപ്പിലാണോ താമസിക്കുന്നത്, ആരുടെ കൃഷിഭൂമിയിലാണോ കൃഷി ചെയ്യുന്നത്, ആ മുതലാളിയുടേതല്ല ആ കൃഷിഭൂമി. പണിയെടുക്കുന്ന ആ കർഷകൻ്റേതാണ്, ആ ഭൂമി കർഷകൻ്റേതാണ്, ആ ഭൂമി കുടികിടപ്പുകാരൻ്റേതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 28 ലക്ഷം കൃഷിക്കാരനും 4.5 ലക്ഷം കുടികിടപ്പുകാരനും അവൻ താമസിക്കുന്ന, അവൻ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമസ്ഥാവകാശം മാറ്റിക്കൊടുക്കാൻ EMS നമ്പൂതിരിപ്പാടിന് സാധിച്ചു എന്നുള്ളതാണ് 2ാമത്തെ EMS ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഭൂരഹിതരുള്ള കേരളം ഇല്ലാതായത്. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് കൃഷിഭൂമി അതിൻ്റെ ഉടമസ്ഥാവകാശം ഒരു ഇവരൊക്കെ നമ്മളൊക്കെ പലരും താമസിക്കുന്ന ഭൂമി പറഞ്ഞാൽ എങ്ങനെയുള്ളതാ? നമ്മളിപ്പോൾ വില കൊടുത്ത് വാങ്ങണ്ടോ? നമ്മളെ അച്ഛന്മാരുടെ ഭൂമി വലിയൊരു ശതമാനം എന്താ? ഒരു പൈസ കൊടുത്തിട്ടില്ല, കുടികിടപ്പാ. ഈ പിന്നെ നെൽകൃഷി നടത്തുന്ന 90% ആൾക്കാരുടെയും പാടാരതായിരുന്നു? പൈസ കൊടുത്ത് മേടിച്ചാ. ഇപ്പം നമ്മൾ ഒക്കെ മണ്ണിട്ട് എത്തി, കാശ് കൊടുത്ത് മേടിച്ചല്ലേട്ടാ, പാട്ടഭൂമിയിൽ കിട്ടിയതാ. കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കിയ മാറ്റാ. പിന്നെന്തായി? സമ്പൂർണ്ണ സാക്ഷരത ഉണ്ടായി, ആരോഗ്യ വികസനമുണ്ടായി, വിദ്യാഭ്യാസ മുന്നേറ്റമുണ്ടായി. വലിയ വളർച്ചയില്ലേ ഈ കേരളത്തിലുണ്ടായത്? എല്ലാ പഞ്ചായത്തിലും ആശുപത്രികളുണ്ടായി. ആ വളർച്ചയുടെ ഒരു കേരളത്തെ, ഇന്ന് നാം കാണുന്ന ഈ കേരളത്തെ ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും വലിയ പ്രവർത്തനം നടത്തിയതാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഈ മുന്നേറ്റത്തെ തടയാനാണ് ഇവിടുത്തെ വലതുപക്ഷക്കാർ പരിശ്രമിച്ചത്. ഈ മുന്നേറ്റം തടയാൻ പരിശ്രമിച്ചവരാണ് കോൺഗ്രസ്സുകാർ. ഈ മുന്നേറ്റം തടയാൻ പരിശ്രമിച്ചവരാണ് ലീഗുകാർ. ഈ മുന്നേറ്റം തടയാൻ പരിശ്രമിച്ചവരാണ് വർഗീയ ശക്തികൾ, ജാതി പ്രസ്ഥാനങ്ങൾ. അവരെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ മുന്നേറ്റം തടുക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? അവർക്ക് സംരക്ഷിക്കാനുണ്ടായിരുന്നത് മുതലാളിയുടെ താല്പര്യമാണ്, കമ്മ്യൂണിസ്റ്റുകാർക്കോ പാവങ്ങളുടെ താല്പര്യമാണ്. ആ സംഘർഷങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നത് ഇന്നും ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങൾ പല കോണിൽ നിന്ന് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്, പഴയ ഇന്ത്യയിലല്ല നമ്മളിപ്പോൾ കഴിഞ്ഞുകൂടി പോണത്.
ഇന്നലെ ആ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കി, ആ മഹാരാഷ്ട്രയിൽ BJP നിങ്ങൾ ശ്രദ്ധിച്ചോ? BJP ഇപ്പോൾ 6 മാസം മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നല്ല നിലയിൽ BJP അല്ലാത്ത കൂട്ടർ ജയിച്ചൊരു സംസ്ഥാനമാണ്. എങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ BJP പിടിച്ച്? കോടീശ്വരന്മാരുടെ പണവും തീവ്രമായ ഹിന്ദു വർഗീയതയുമാണ്. വർഗീയവാദം ശക്തിപ്പെടുത്തിയിരിക്കുക. അതിൽ ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹിന്ദു അല്ല, മനസ്സിലായിക്കൊള്ളണം. ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിൻ്റെ അല്ലത്, അതൊരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിൻ്റെ അടിത്തറ എന്താ? ആ കാഴ്ചപ്പാട് അന്യമതസ്ഥർക്കെതിരാണ്. ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ള നിലയിൽ ഹിന്ദുത്വം വിഭാവനം ചെയ്യുന്നത് മതന്യൂനപക്ഷമായ മുസ്ലിം രണ്ടാംകിട പൗരനാണ് എന്ന വീക്ഷണമാണ്. മതനിരപേക്ഷ വീക്ഷണമല്ല, അന്യമത വിദ്വേഷമാണ്, അവനെ ശത്രുവായി കാണലാണ്, അവരെ കടന്നാക്രമിക്കുന്നതിൽ തെറ്റില്ല എന്ന് പ്രഖ്യാപിക്കലാണ്. അതുകൊണ്ടാണ് വേറൊരു മതമായ മുസ്ലിം മതത്തിൻ്റെ ഒരു ദേവാലയം അടിച്ച് പൊളിച്ച് തകർത്ത് അവിടെ ഒരു ഹിന്ദു ദേവാലയം പണിത് അത് ഉദ്ഘാടനം ചെയ്യാൻ സംഘപരിവാറുകാരനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പോയി അത് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഏറ്റവും വലിയ അഭിമാനം എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിൽ പള്ളി വിളിച്ചിട്ട് ഒരു അമ്പലം ഉണ്ടാക്കണേന് 100-200 കൊല്ലം കഴിഞ്ഞാൽ ഇന്ത്യനെ കുറിച്ച് ചരിത്രം വായിക്കുന്ന അന്നത്തെ വിദ്യാർത്ഥി എങ്ങനെ ഇന്ത്യയെ കുറിച്ച് മനസ്സിലാക്കുക? പ്രാന്തന്മാരുടെ രാജ്യം എന്ന് വിചാരിക്കുക. മനസ്സിലായി നിങ്ങൾ? അന്ന് മതമൊന്നും ഇതുപോലെ ആയിക്കൊള്ളുന്നില്ല, കാലം മാറിയിട്ടുണ്ടോ? ഏത് നാട്ടിലാ ഒരു ആരാധനാലയം പൊളിക്കാൻ വേണ്ടി ആൾക്കാർ ഘോഷയാത്രയായിട്ട് പോവുക, കുന്തം പിടിച്ച് പോവുക, വടി പിടിച്ച് പോവുക, ശൂലം പിടിച്ച് പോവുക, തല്ലുംപിടി കൂടുക, എന്നിട്ട് അമ്പലമാണ് പൊളിക്കുക, എന്നിട്ട് അവിടെ ഒരു പള്ളിയാണ് പൊളിക്കുക, എന്നിട്ട് അവിടെ ഒരു അമ്പലം ഉണ്ടാക്കുക, അത് ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി പോകുന്ന നാട് എന്ന് പറഞ്ഞാൽ അഭിമാനത്തിൻ്റെ നാടാ, ഭാവി ചരിത്രത്തിന് നന്മ പകരുന്ന നാടാ. പക്ഷെ ഒരു ഗുണമുണ്ടായത്, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ വെള്ളക്കാരനെ തോൽപ്പിച്ച ജനത ഒരു കാര്യം ഉറപ്പിച്ചു, ആ പള്ളി പൊളിച്ച് അമ്പലം പണിത് പ്രധാനമന്ത്രി തിരിച്ചുപോയി 6 മാസം കഴിയുന്നതിന് മുമ്പ് ആ നിയോജക മണ്ഡലത്തിൽ BJPയെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ അതിൻ്റെ മതേതരത്വം ആഘോഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അത് ഇന്ത്യയുടെ പ്രത്യേകത. പക്ഷെ ആപത്ത് അവിടെ നിൽക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ആപത്ത് ഈ തീവ്ര ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയമാണ്. നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഏറ്റവും വലിയ ചുമതലയാണ് ഈ തീവ്ര ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തിനെതിരായി മുഴുവൻ ആളുകളെ ഏകോപിപ്പിക്കുകയെന്ന്. കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അതാണ്. ഈ തീവ്ര ഹിന്ദുത്വം സമൂഹത്തിൽ ആപത്തുണ്ടാക്കും, വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പകർത്തും, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതിരിക്കുന്ന ജനങ്ങൾ, പാവപ്പെട്ട മനുഷ്യർ, പട്ടിണി കിടക്കുന്നവർ, തൊഴിലാളികൾ, കൃഷിക്കാർ, അവരെക്കുറിച്ച് ചിന്തിക്കില്ല, മതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കും, കലാപകാരികളായിട്ട് മാറും. ആപത്കരമായ അവസ്ഥയാണത്. അതുണ്ടാവാൻ പാടില്ല. പക്ഷെ നിർഭാഗ്യവശാൽ കഴിഞ്ഞ 10 കൊല്ലം അത് അധികാരത്തിൽ വന്നു. 10ാമത്തെ കൊല്ലം അതിനെ നമുക്ക് ഭൂരിപക്ഷമില്ലാതാക്കാൻ പറ്റി. പക്ഷേ ആപത്ത് അവിടെ നിൽക്കുകയാണ്. അതേ തീവ്രതയോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ഹിന്ദുത്വ വർഗീയത പ്രചരിപ്പിക്കുക. ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ പോലും വലിയ തോതിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടു. അത് ജയിച്ചു ഒരു തെരഞ്ഞെടുപ്പിൽ. ഇപ്പോൾ അതാണ് നാം മനസ്സിലാക്കേണ്ടത്. വലിയ ആപത്കരമായ ഒന്നാണത്. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ഈ മറ്റേ ഹിന്ദുത്വ വർഗീയത വലിയ ആപത്താണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇത്തിരി ഇസ്ലാമിക വർഗീയത സുഖമായിട്ട് നടത്താം, അതിന് കുറച്ച് ആൾക്കാർ ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു മൗലിക അവകാശമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. ഹിന്ദുത്വ വർഗീയതക്കെതിരായിട്ട് മറ്റൊരു വർഗീയതകൾ ഉണ്ടാക്കിയാൽ എന്താ സംഭവിക്കുക? ഞങ്ങൾ വർഗീയത പറഞ്ഞാൽ അത് വർഗീയതയല്ല, അങ്ങനെയാണ്. മനസ്സിലായില്ലേ? BJPന്റെ വർഗീയതക്കെതിരായിട്ട് നിങ്ങൾ എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോ. വിജയരാഘവൻ BJPന്റെ വർഗീയതക്കെതിരായിട്ട് എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോ. മറ്റേ വർഗീയതക്കെതിരായിട്ട് ഒരു വാക്ക് ഉച്ചരിച്ചാൽ അപ്പം നമ്മൾ വർഗീയവതിയായി. മനസ്സിലായോ? എന്നാൽ അത് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. ആ വർഗീയത അത്യാപൽക്കാരിയാണ്, ഒരു സംശയമില്ല. അതിനാണ് തറക്കപ്പെടേണ്ട 1ാമത്തെ വർഗീയത. ആ ചെലവിൽ വേറെ വർഗീയത ഉണ്ടാക്കി ജനങ്ങളെ വഴിതെറ്റിക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെയും കൂടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കില്ല എന്ന കാര്യം മനസ്സിലായിക്കൊള്ളണം. അത് വേണ്ട. കാരണം ജനങ്ങളാണ് ഒന്നിക്കേണ്ടത്. മനസ്സിൽ നിർമ്മലമായ മനുഷ്യത്വമാണ് ഉണ്ടാവേണ്ടത്. മതമുണ്ട്, നമ്മുടെ വിശ്വാസമാണത്, അനുഷ്ഠാനമാണത്, ആരാധനയാണത്. നമുക്കാർക്കും അതിനോട് വിരോധമില്ല. നമ്മുടെ സമൂഹത്തിൽ മതമുണ്ടാവും. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകളുടെ ഗുണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും മതത്തിനെതിരായിട്ട് പറയില്ല. എന്താ കാര്യം? മതം അവിടെ ഉണ്ടാവുകയും ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മരിച്ചു പോയല്ലോ, എനിക്ക് ശേഷം വരുന്ന കമ്മ്യൂണിസ്റ്റും മരിച്ചു. ഞങ്ങൾ ജീവിക്കുന്ന കാലത്തും ഞങ്ങൾ മരിച്ചതിന് ശേഷവും ഞങ്ങളുടെ മകൻ ജീവിക്കുമ്പോഴും അതിൻ്റെ മകൻ ജീവിക്കുമ്പോഴും ഇവിടെ മതം ഉണ്ടാവും. അപ്പം ഞാൻ വെറുതെ എനിക്കിപ്പോൾ ഒന്നും ഇല്ലാതാക്കാൻ പറ്റാത്ത മതത്തിലില്ലാതാക്കാൻ നടക്കുന്ന പൊട്ടത്തരം ഒരിക്കലും ഞങ്ങൾ കാണിക്കില്ല. എന്താ എൻ്റെ കാര്യം? അവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും മതവിദ്വേഷികളാവാറില്ല. ഞങ്ങളോട് ഒരുപാട് ആൾക്കാർ വരും മതമില്ലാത്തവരെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആൾക്കാർക്ക് മതം ഉണ്ടാക്കും, വേറെ കാര്യം. അതൊരു വിഷയമല്ല. വിശ്വാസത്തിന് നമ്മൾ എന്തിനാ എതിർക്കണത്? വിശ്വാസത്തിന്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വന്നാൽ അത് കലാപകാരിയാണ്. അത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. അതിനെ എതിർക്കുക തന്നെ ചെയ്യും, എതിർത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട്. ഒരു സംശയം ആർക്കും വേണ്ടയില്ല. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്നത് എന്താ? എല്ലാവരെയും വർഗീയവാദിയാക്കാനുള്ള ശ്രമമാണ്. അതിനെതിർക്കണം.
എല്ലാവരും വർഗീയവാദിയായ ഒരു സമൂഹത്തിന് പുരോഗതി ഉണ്ടാവുമോ? ഈ സമൂഹ പുരോഗതിയുടെ അടിത്തറ എന്താ? സമൂഹത്തിൽ ചില സമൂല പരിവർത്തനം വരുത്തിയതല്ലേ. ഇപ്പൊ ഹിന്ദു മതത്തിൽ ജലീലൂടെ നിർത്തമുണ്ട്. ഈ ഹിന്ദു മതത്തിൽ ഇപ്പൊ ഇവര് BJP-കാർ ഇങ്ങനെ ഞാൻ ഹിന്ദുവാണ് എന്നിട്ട് നടക്കുകയുള്ളൂ. ഇവരെല്ലാവരും ഇപ്പൊ അടുത്ത കാലത്ത് ഹിന്ദു ആയാലും പലരും മനസ്സിലാക്കി കയ്യുമിലൊക്കെ കെട്ടി പിന്നെ ആ കുപ്പായ കെട്ട ഇങ്ങനെ മറ്റേ കാവി കുട്ടിയൊക്കെ പിടിച്ചിങ്ങനെ പൂണേണ്ടതും പണ്ടേ ഹിന്ദു ആണെന്ന്. ഇല്ലില്ല, അപ്പൊ അടുത്ത് ഹിന്ദു ആയതാ. പണ്ടേ എല്ലാവരും ഹിന്ദു ആണെന്തിനാ വൈക്കം സത്യാഗ്രഹം? പണ്ടേ എല്ലാവരും ഹിന്ദു ആണെന്തിനാ ഗുരുവായൂർ സത്യാഗ്രഹം? പണ്ടേ എല്ലാവരും ഹിന്ദു ആണെങ്കിൽ എന്തിനാ പാലിയം സത്യാഗ്രഹം? എല്ലാവരും ഹിന്ദു ആയിരുന്നോ? എല്ലാവരും ഹിന്ദു ആയിരുന്നില്ലല്ലോ. എല്ലാവരും ഹിന്ദു വെച്ചാൽ എല്ലാവരും ഗുരുവായൂർ അമ്പലത്തിലേക്ക് കയറ്റണ്ടേ? എല്ലാവരും ഹിന്ദു വെച്ചാൽ എല്ലാവർക്കും എല്ലാ അമ്പലത്തിലും നേരാണ്ട് കയറി ചെന്ന് തൊഴാൻ പറ്റുമായിരുന്നില്ലേ? പിന്നെന്തിനാ സമരം? ഇവിടെ എന്തിനാ ഗുരുവായൂർ സത്യാഗ്രഹം നടത്തിയത്? എന്തിനാ വൈക്കത്ത് അമ്പലത്തിൽ? അതൊക്കെ 100-ാം വാർഷികം ആഘോഷിക്കാൻ 100 കഴിഞ്ഞു വൈക്കത്തിന്റെ. ഇവിടെ 100 കൊല്ലം ഒറ്റ ഈ ഈഴവൻ തീയൻ മുതൽ പിന്നോക്കക്കാരായ ഒരു ജാതിക്കാരെയും ഹിന്ദുവായിട്ട് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വെച്ചാൽ എല്ലാ അമ്പലത്തിലും കയറ്റണ്ടേ? അവരെ വേറെയാക്കി. അങ്ങനെയല്ലേ ഇവിടെ ഉണ്ടായത്? ഇപ്പൊ എല്ലാവരും ഗുരുവായിരിക്കും. 100 കൊല്ലം ഒരു 60-70-80 കൊല്ലം ഗുരുവായൂർ പോലെ എന്താ സ്ഥിതി? തീയന്മാരെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റുമോ? തീയന്മാർ ഗുരുവായൂർ അമ്പലത്തിന്റെ 1 കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കുക. അവിടെ ഒരു ആലുണ്ട്. അതിന് ആലിന്റെ പേരിന്റെ തീയന്മാരുടെ ആലുതാ. തീയന്മാർക്ക് ഒരു ആല് തന്നെയാ, അല്ലാതെ തിരുവന്മാർക്ക് ഒരു അമ്പലമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. ആല ആലിലോട്ടില്ലേ തീയം ചെല്ല. അവിടെ രണ്ട് രക്തപുഷ്പാഞ്ജലി, മറ്റേ പുഷ്പാഞ്ജലി, പാൽപ്പായസം എന്നൊക്കെ പറഞ്ഞിട്ട് റെസീറ്റ് ആക്കുക. ഒരു നമ്പൂരി അവിടെ വരും. നമ്പൂരി റെസീറ്റ് വാങ്ങിപ്പോവും, പൈസ വാങ്ങിപ്പോവും. 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്പൂരി തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് റെസീറ്റും പ്രസാദവും കൂടെ എറിഞ്ഞും തരും. എന്നല്ലാണ്ട് അമ്പലത്തിന്റെ 1 കിലോമീറ്റർ ദൂരത്തല്ലാണ്ട് അകത്തേക്കാണ്ട് കയറ്റിയിട്ടില്ല. അതിനോട് സമരം ചെയ്തില്ലേ? വലിയ സമരം വേണ്ടി വന്നില്ലേ? AK ഗോപാലനും K കേളപ്പനും P കൃഷ്ണപിള്ളയും ഒക്കെ സമരം ചെയ്തില്ലേ? സവർണ റഫറണ്ടം നടത്തിയില്ലേ? ഇവിടെ അടി ഉണ്ടായില്ലേ? വമ്പിച്ച അടിയുണ്ടായത്. AKJ ഭീകരമായി തല്ലിയില്ലേ? AKJ തല്ലിയപ്പോൾ തിരിച്ചു ചെല്ലിയപ്പോഴോ ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ നല്ലൊരു വെയിലേണ്ട് കിട്ടി. മനസ്സിലായി? ഗുരുവായൂർ അമ്പലത്തിന്റെ മുന്നിൽ വെയിൽ കിട്ടിയതാ. പാവപ്പെട്ടവൻ തീയനും പിന്നോക്കക്കാരനും പട്ടികജാതിക്കാരനും അമ്പലത്തിൽ കയറുന്നത് വേണ്ടി തടയാൻ വേണ്ടി സവർണ ഹിന്ദുക്കൾ ഗുരുവായൂർ അമ്പലത്തിന് മുന്നിൽ ഒരു വേലി തന്നെ കെട്ടിത്തിരിക്കുകയുണ്ടായി. ആ വേലി ചവിട്ടിപ്പൊളിച്ച് എല്ലാവർക്കും ആരാധിക്കാനുള്ള അവകാശം കിട്ടിയത് വലിയ ബഹുജന പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാ. സമരം ചെയ്തിട്ടുണ്ടായതാ. സമരം ചെയ്താണ് ഓരോ സ്വാതന്ത്ര്യവും നമ്മൾ നേടിയെടുത്തത്. ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം, വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഇതൊക്കെ സമരം ചെയ്തല്ലേ? സമരോത്സുകമായല്ലാത്ത ഒരു സമൂഹത്തിന് നേട്ടമുണ്ടാക്കാൻ പറ്റുമോ? ഇപ്പൊ എന്താ ഹിന്ദുത്വവാദികൾ ശ്രമിക്കുന്നത്? എന്തിനാ എല്ലാ വർഗീയവാദികളും ഇപ്പൊ നടത്തുന്ന പരിശ്രമം എന്താ? എല്ലാ വർഗീയവാദികളുടെയും പരിശ്രമം മനുഷ്യനുണ്ടാക്കിയ മുന്നേറ്റത്തെ തടയലാണ്. അതിനാണ് ഇവരെല്ലാം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വർഗീയതയെ ശക്തിപ്പെടുത്തുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവിടെ സ്വീകരിക്കുന്ന നിലപാടും CPM-ന്റെ നിലപാടും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. ആ അടിസ്ഥാന വ്യത്യാസം ഞങ്ങൾ ഒരു വർഗീയതയുമായി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒത്തുതീർപ്പോ കൂട്ടുകെട്ടോ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു സംശയം ഉണ്ടാവണ്ട. ഇപ്പോൾ 2 ദിവസം തെരഞ്ഞെടുപ്പ് നടന്നില്ല. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇപ്പോൾ ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പും കഴിഞ്ഞു. എന്താ പ്രത്യേകത? കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വർഗീയതയുടെ വലിയ തള്ളിക്കയറ്റം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. വലിയ തള്ളിക്കയറ്റാ. വർഗീയ ചിഹ്നങ്ങൾ ശക്തിപ്പെടുത്തില്ലേ? വർഗീയ രാഷ്ട്രീയത്തിന് ന്യായീകരണം ഉണ്ടാക്കില്ലേ? കേരളത്തില് CPM-നെതിരായി UDF, കോൺഗ്രസ്, ലീഗ് കൂട്ടുചേർന്ന് 1960-70 മുതൽ ഇപ്പോൾ ഒരുമിച്ച് പ്രവർത്തിക്കുക. 55 കൊല്ലമായി ഒരുമിച്ചാണ് ഇവര്. ആ ശക്തികൾ നമ്മുടെ നാട്ടിലെ BJP-യുമായി കൂടി കൂട്ടുചേർന്ന് ഇടതുപക്ഷത്തിനെതിരായി ഒരുമിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് UDF ഇവിടെ അധികാരത്തിൽ തുടർന്നു വന്നത്. ഇടക്കിടക്ക് അവർ അധികാരത്തിൽ വന്നതും തുടർന്നതും അങ്ങനെയാണ്. എന്നാൽ ഇപ്പോഴൊരു പ്രത്യേകത എന്താ? കേരള രാഷ്ട്രീയത്തിൽ അത് മാറി. വർഗീയ ശക്തികളും BJP-യും സങ്കീർന്ന് UDF-ഉം BJP-യും ലോകിയായപ്പോലും അതിനെ മുറിച്ചു കടന്ന് കേരളത്തിൽ ഇടതുപക്ഷം ജയിക്കാനും ഭരിക്കാനും തുടങ്ങി. ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ തുടർഭരണം ഇവിടെ ഉണ്ടായി. സഹിക്കുന്നില്ല. ഇടതുപക്ഷ തുടർഭരണം എന്നത് എല്ലാ സങ്കുചിത ചിന്തക്കാരെയും വലിയ തോതിൽ പേടിപ്പിച്ചിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും ഈ ഇടതുപക്ഷ മുന്നേറ്റത്തെ കേരളത്തിൽ തടുക്കണം ചെയ്ത് അവരെടുക്കുന്നത്. അപ്പൊ ആ മുന്നണീന്റെ ഒരു വലിപ്പൊന്ന് കൂട്ടുണ്ട്. ഇപ്പോൾ ലീഗ് മുൻകൈ എടുത്ത് ജമാഅത്തെ ഇസ്ലാമി, SDPI അവിടേക്ക് അതിനൊന്ന് നീട്ടി. തരം കിട്ടുമ്പോഴൊക്കെ ഹിന്ദു വർഗീയ ശക്തികളും BJP-യും ഒക്കെ ആയിട്ട് UDF അതിന്റെ ബന്ധം പലതരത്തിലും പല സന്ദർഭത്തിലും വിപുലപ്പെടുത്തി. അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് മറക്കണ്ട.
ജാതി ശക്തികളെ BJP ശക്തിപ്പെടുത്തിയെടുത്ത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളിൽ പോലും മതജാതി ബോധമുണ്ടാക്കി ആളുകൾ അടർത്തിയെടുക്കാൻ പറ്റുമോ? ആ പരിശ്രമം കൂടെ നടക്കുന്നുണ്ട്. ആദ്യം ജാതിയാവുക, പിന്നെ BJPക്ക് മുട്ടിക്കുക. അതാണ് ഇന്ത്യയിൽ മുഴുവൻ നടത്തുന്നതാ. ജാതി സംഘടന ഉണ്ടാക്കുന്ന ഒരാൾ വരുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കൊള്ളണം, BJPക്ക് പാലം കെട്ടാൻ വരുന്ന ആളാണ് അയാൾ. മനസ്സിലായോ? നമ്മളൊരു ജാതിയിലെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണവനെ. അയാളെ ലക്ഷ്യം വേറെയാ. ആദ്യം ജാതിയാക്കുക, പിന്നെ BJPന്റെ വർഗീയ മറ്റേ എഞ്ചിൻ BJP, ബോഗി ജാതി അങ്ങോട്ട് കയറ്റുക. ഇപ്പം എന്തിനാ അവിടെ ജാതി? ഇപ്പം എന്താ ജാതിയുടെ പ്രശ്നം? ജാതീയമായ അടിച്ചമർത്തലുണ്ടോ? ജാതീയമായ അടിച്ചമർത്തലില്ലല്ലോ. കേരളത്തിലെ ഏതെങ്കിലും പട്ടികജാതിക്കാരൻ്റെ വീട്ടിൽ കയറി സവർണൻ വീടിന് തീ കൊടുക്കും? ഈ കേരളത്തിൽ ഒരു വീടിന് തീ കൊടുക്കാൻ ഒരു സവർണനും കഴിയില്ല ഇവിടെ. കാരണം സവർണാധിപത്യത്തിൻ്റെ അടിത്തറയായ ജന്മിത്വത്തിൻ്റെ കരുത്തായ ഭൂമി, അതിൽ അവകാശം ഇല്ലാതാക്കി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഒരു നാട്ടിൽ ഒരു സവർണ ജന്മിക്കും ഒരു പാവപ്പെട്ടവന്റെ വീടിന് തീ കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെന്താ അവിടെ ജാതിയുടെ പേരിൽ അടിച്ചമർത്തൽ? എന്താ ജാതി ഉണ്ടാവും, ജാതിയുടെ ഉച്ച നേതൃത്വം, അതൊരു സാമൂഹ്യ വിഷയം, കുറെ കാലം ഇനിയും പിടിക്കും അത് ആകെ മാറിപ്പോവാൻ. പക്ഷെ അടിച്ചമർത്തലുണ്ടോ? ജാതീയമായ അടിച്ചമർത്തലില്ലാത്തൊരു സ്ഥലത്ത് എന്തിനാ നിങ്ങൾ ജാതി സംഘടന ഉണ്ടാക്കി തീവ്ര ഹിന്ദുത്വത്തിന്റെ പിറകെ പോകുന്നത്? മുഴുവൻ UDF പിന്തുണയ്ക്കാണ് അതിനെ. BJP വേറൊരു ഭാഗത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ്. മനുഷ്യനെ വർഗീയമാക്കുന്ന പ്രക്രിയയ്ക്ക് ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അത് അവരുണ്ടാക്കുന്ന അതിന്റെ ലാഭം കൊയ്യാൻ ലീഗും ഒക്കെ റെഡിയായിട്ട് നിൽക്കുക. ഇവിടെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ അല്ല. ഞങ്ങൾ അത് തെറ്റായ ആ തെറ്റിനെ, വർഗീയതയെ, അതുണ്ടാക്കുന്ന ആപത്തിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. കാരണം രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ വലിയ തോതിൽ എല്ലാ വർഗീയതയും ഇന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ്. ആളുകൾ ഏതെങ്കിലും വർഗീയത നല്ലതെന്ന് കരുതണ്ട. ഹിന്ദുത്വം ഏറ്റവും അപകടകാരി. മറ്റോരോ ഇവർക്ക് മുന്നോട്ട് വന്ന പശ്ചാത്തലം കേരളത്തിൽ അതിനെ എതിർക്കുന്ന ഇടതുപക്ഷത്തെ തകർക്കാനുള്ള പ്രക്രിയയിൽ സജീവമാണ്. കോൺഗ്രസിൻ്റെ ഒരു ഗുണമുണ്ട്. കോൺഗ്രസ് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കേരളത്തിലെ UDF എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേതൃത്വം കോൺഗ്രസിനാണെങ്കിലും അതിൻ്റെ പിന്നിൽ ലീഗിനാണ്. ലീഗിൻ്റെ ഒരു പരിപാടി ഉണ്ടായില്ല. ലീഗിന് കുറച്ചും കൂടി ഒരു പ്രാമാണികത കൊടുത്തുകൊണ്ടാണ് UDF-ൽ ഇന്നപ്പോഴത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലാവേണ്ടതാണ്, UDF ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിൽ യാതൊരു സംശയം വേണ്ട. ഒറ്റയ്ക്ക് LDF-നെ തോൽപ്പിക്കാവുന്നൊരു ശക്തി ഇന്ന് UDF-നുണ്ടോ? കേരളത്തിൽ ഉണ്ടോ? ഇല്ല. എല്ലാ തീവ്രവർഗീയതയുമായി സന്ധി ചെയ്തും കൂട്ടുപിടിച്ചും മാത്രമേ UDF-ന് ഇന്ന് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയൂ. അതെന്നാണ് ഇപ്പം ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും തെളിയിക്കപ്പെട്ടത്. വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചൊരു വിജയമാണ് ഇവിടെ. കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾക്ക് പോലും മര്യാദയ്ക്കൊന്ന് ലോക്സഭയിൽ എത്തണമെങ്കിൽ ഇപ്പം എന്താ ഇന്ന് കോൺഗ്രസ് പണ്ഡിറ്റ് നെഹ്റു കേരളത്തിലൊന്നും മത്സരിച്ചിട്ടുണ്ടോ? ഇന്ദിരാഗാന്ധി കേരളത്തിലൊന്നും മത്സരിച്ചിട്ടുണ്ടോ? കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കന്മാരാരെങ്കിലും കോൺഗ്രസിലൊന്നും മത്സരിച്ചിട്ടുണ്ടോ? കേരളത്തിലൊന്നും മത്സരിച്ചിട്ടുണ്ടോ? ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് ഡൽഹിക്ക് പോകണം, MP ആവണം. എങ്ങണ്ട വരുന്നത്? വയനാട്ടിക്കാനേ. പ്രിയങ്ക ഗാന്ധിക്ക് ഒന്ന് MP ആവണം. എങ്ങണ്ട വരുന്നത്? വയനാട്ടിക്കാനേ. ഇത് നോക്കിയാ അതിലൊരു ഇന്നത്തെ അവരുടെ തകർച്ചയുടെ ഒരു അടയാളമുണ്ട്. വേറൊന്നും കൂടി സൂക്ഷിച്ചോളണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ 1960-ൽ EMS-നെ തോൽപ്പിക്കാൻ ഇവിടുന്ന് 12 കേന്ദ്രമന്ത്രിമാരാണ് പട്ടാമ്പിക്ക് വന്നത്. 12 കേന്ദ്രമന്ത്രിമാർ, പണ്ഡിറ്റ് നെഹ്റു മുതൽ. അന്ന് റോഡൊന്നുമില്ല, പാടത്ത് കുടിയും പള്ളിയാലി കുടിയും ഒക്കെ നടന്നിങ്ങനെ വരികയാണ്. മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ. നോക്കുമ്പോൾ കേന്ദ്രമന്ത്രിയാണ് ഗോവിന്ദ് വല്ലഭ് പന്ത്. ഉത്തർപ്രദേശിൽ നിന്ന് വന്നാ. എവിടെ നമ്മൾ കണ്ട്? കരിങ്ങനാട്. ഇവിടെ അടുത്ത പ്രദേശത്ത് പോയിന്റാക്കരെ അവിടെയൊക്കെ ഉത്തരേന്ത്യക്കാർ അലഞ്ഞിരിഞ്ഞ് വന്നു. എന്തിന്? നെഹ്റുവിനെ തോൽപ്പിക്കാൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ അന്ന് കേന്ദ്ര നേതാക്കന്മാർ ഇവിടെ വന്ന് നമുക്കെതിരായി പ്രവർത്തിച്ചു. ഇപ്പോഴോ? ഇപ്പോൾ അവർ സ്ഥാനാർത്ഥികളായി മത്സരിക്കുകയാണ്. എന്താ എൻ്റെ ലക്ഷ്യം? ഇടതുപക്ഷത്തെ തോൽപ്പിക്കല, കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. ഒരു ഭാഗത്ത് അവർക്കൊന്ന് നേരിട്ടിട്ടുള്ള വലിയ രാഷ്ട്രീയ പരിമിതികളുണ്ട്. ഉറച്ച സീറ്റ് ഉത്തരേന്ത്യയിൽ ഇല്ലാതാകുമ്പോൾ ഉറപ്പോടുകൂടി ഡൽഹിക്ക് പോകാൻ നല്ലത് കേരളത്തിലേക്ക് വരികയാണ് എന്ന ഒരു നിലപാട് കോൺഗ്രസ് നേതാക്കന്മാർ സ്വീകരിക്കുന്നത് കാണാൻ കഴിയും. വേറൊരു ഭാഗത്ത് പണ്ട് ഇവിടെ വന്ന് നമ്മളെ തോൽപ്പിക്കുക എന്നതിന് പകരം ഇവിടെ മത്സരിച്ചുകൊണ്ട് നമ്മളെ ശക്തി ദുർബലപ്പെടുത്താനാകുമോ എന്ന പരിശോധന കൂടി ഇവർ നടത്തുകയാണ്. അപ്പം എല്ലാ നിലയിലും ഇടതുപക്ഷത്തിനെതിരായി, ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ പരിശ്രമം എല്ലാ വർഗീയ ശക്തികളും ജാതീയ ഘടകങ്ങളും UDF-ഉം അതിൽ തന്നെ കോൺഗ്രസും ലീഗും എല്ലാം നടത്തുന്നത് വളരെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കണം. അതിൻ്റെ ഉദ്ദേശലക്ഷ്യം കേരളത്തിൻ്റെ വലിയ പുരോഗതി, ആ പുരോഗതിക്ക് നേതൃത്വം നൽകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആകെ പോകുന്നില്ല. വലിയ മാറ്റം നമ്മൾ ഉണ്ടാക്കി.
വലിയ വളർച്ച കേരളത്തിനുണ്ടായി. പുതിയൊരു തലമുറ നല്ല വിദ്യാഭ്യാസമുള്ളവരും തൊഴിൽ നൈപുണ്യമുള്ളവരുമായിട്ട് മാറ്റാനാണ് നാം ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ ഘടനയാണ് കേരളത്തിലുള്ളത്. US-ലോ UK-ലോ ഈ സൗകര്യങ്ങളോടത്ത് സാധാരണക്കാരനില്ല. ഏറ്റവും വികസിച്ച പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടുംപുറത്തെ സ്കൂളുകളോട് കടപിടിക്കാൻ കഴിയുന്ന സ്കൂളുകളില്ല സാധാരണക്കാരന് വേണ്ടി. അതില്ല എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സാമൂഹ്യ വിഷയം. ഇപ്പൊ നമ്മൾ സർവകലാശാലകളെ കൂടി ആ നിലയിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം നടത്തുകയാണ്. തൊഴിൽ നൈപുണ്യം എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്ഥിതി അങ്ങ് മനസ്സിലാക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ ലഭിക്കുന്ന ഒരു മേഖലയാണ് IT മേഖല. കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച IT മേഖല. IT മേഖലയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? IT മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ 30% പേർ മലയാളികളാണ്. 3% ഇന്ത്യയിൽ മലയാളി ഉള്ളൂ. എന്നാൽ IT-യിൽ ജോലി ചെയ്യുന്നവരിൽ 30% മലയാളിയാണ്. പിന്നെയോ ആ 30%-ൽ പകുതിയിലേറെ പെൺകുട്ടികളാണ്. എന്തൊരു അഭിമാനകരമായ കാര്യമാണ്. ഏറ്റവും വിദ്യാഭ്യാസമുള്ള മലയാളി പെൺകുട്ടി ലോകത്തിലെ ഏറ്റവും നവീനമായ ഒരു നൈപുണ്യമുള്ള ജോലി അത് ചെയ്യുകയാണ്. അവരാണ് ഏറ്റവും മുന്നിൽ. ആ വളർച്ച മുരടിക്കാൻ പോവുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചു, കൃത്രിമ ബുദ്ധി കണ്ടുപിടിച്ചോടുകൂടി. എത്രയോ മനുഷ്യൻ തൊഴിലില്ലാതാവും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്ന മലയാളികൾക്കൊക്കെ തൊഴിലില്ലാതെ അവരെല്ലാം കോവിഡ് കാലത്ത് വാളയാറിലേക്ക് വന്ന പോലെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരാനിടയുള്ള ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. അതിനെ മുൻകൂട്ടി കാണണ്ടേ രാഷ്ട്രീയക്കാർ? അതിനെ മുൻകൂട്ടി കാണണ്ടേ ഭരണാധികാരികൾ? എന്താ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും മുഖ്യമന്ത്രിയും ചെയ്യുന്നത്? ഈ വരുന്ന കാലത്തിന്റെ ആപത്തിന് അതിജീവിക്കാൻ പ്രാപ്തിയുള്ള കേരളത്തെ ഉണ്ടാക്കിയെടുക്കാൻ പുതിയ തലമുറയെ തൊഴിൽ നൈപുണ്യമുള്ളവരാക്കുക. പുതിയ കാലത്തിന് അനുയോജ്യമായി ജീവിക്കാൻ കെൽപ്പുള്ളവരാവണം അവർ. പഴയതുപോലെ ഇനി നാട് വിട്ടുപോകാൻ പറ്റില്ല. ഇന്നത്തെ ഈ നില പോയാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ തിരിച്ചു വരും നമ്മുടെ നാട്ടിലേക്ക്. യൂറോപ്പിൽ നിന്ന് പറയാനില്ല, ആദ്യം തന്നെ പോരും. ഇപ്പൊ തന്നെ പോണവരെ സ്ഥിതി നിങ്ങൾക്കറിയോ? വലിയ കഷ്ടാട്ടാ. അയക്കുമ്പോ 5 വട്ടം ആലോചിച്ചിട്ട് അയച്ചാൽ മതി. പോകുമ്പോ ഒരു പോക്കാ. അവിടെ ചെന്നാല് വളരെ ബുദ്ധിമുട്ടാ. ഞാനിപ്പോ ഇവിടെ ഒരു യൂറോപ്പിലൊരു രാജ്യത്ത് പോയി. ഒരു വീട്ടിൽ ചെന്നു ഇങ്ങനെ ഇരുന്നു. ഭർത്താവുണ്ട്, ഞാനും ഉണ്ട്. ഭർത്താവ് എന്നെ റെയിൽവേ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിലെത്തി ഭാര്യ എന്നെ കണ്ടപ്പോൾ തന്നെ ഭാര്യ കത്തിക്കാണ്ട് പോയി. ഞാൻ വിചാരിച്ചു ചായ എടുക്കാൻ പോയതാണ്. ചായ എടുക്കാൻ പോയതല്ല. അപ്പം തന്നെ അവർ തിരിച്ചു വന്നപ്പോൾ ഒരു മേക്കപ്പ് സാധനങ്ങളിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പൗഡർ ഇടുക. ഞാൻ ചെന്ന് വീട്ടിൽ കയറുമ്പോൾ ചായക്ക് വരെ എന്നെ കൊണ്ട് പൗഡർ ഇട്ടൊരു രംഗങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഞാൻ അന്തം വിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു സ്ത്രീ വരുന്നു, എന്നെ പൗഡർ ഇടുന്നു. എനിക്ക് അഞ്ച് താടിയുണ്ട്. ഞാനൊക്കെ ബേജാറായിട്ടിരിക്കുക. ഭർത്താവ് അടുത്തുള്ളതുകൊണ്ട് പേടിക്കാൻ ഞാൻ. അപ്പോൾ നോക്കുമ്പോൾ എന്താ, ഈ സ്ത്രീയുടെ ജോലി എന്താ? ഒരു വയസ്സനെ നോക്കലാ. മനസ്സിലായില്ലേ? അപ്പം ഇന്നെ കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി കുറച്ച് വയസ്സായ ഒരാളാണ് ഈ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വയസ്സിനെ നോക്കുമ്പോൾ ആ മേക്കപ്പ് ഇടുമ്പോൾ ഒരു മേക്കപ്പ് ഇട്ട് മനസ്സിലായോ? സംഗതി മനസ്സിലായോ? ഇതൊക്കെയാണ് യൂറോപ്പിലേക്ക് പോകുന്ന ആൾക്കാരുടെ 70-75% ആൾക്കാരുടെ. നമ്മളവിടെ വയസ്സന്മാരെ നോക്കാൻ നേരില്ല. അവിടെ പോയിട്ട് അവിടുത്തെ വയസ്സന്മാരെ നോക്കാനാണ് ഇവിടുന്ന് പറമ്പ് വിറ്റ് പലരും പോണത്. എല്ലാവരും കേട്ടോ, പലരും പോണതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം അങ്ങോട്ട് പോവാൻ എന്ന കാര്യം ഓർമ്മിപ്പിക്കാതിരുന്നാൽ അതൊരു മോശമായിരിക്കുന്നുള്ളത് മാത്രം ഞാൻ പറയാണ്. ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞോളി, എനിക്ക് യാതൊരു വിരോധമില്ല. കാലം മാറുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ ഈ നാട്ടിൽ തന്നെ മനുഷ്യനായി ജീവിക്കുക എന്ന അവകാശത്തിന്റെ കൊടിയാണ് ഈ ചുവന്നത് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത്. നാടിതാണ്, മാറുകയാണ്, ലോകം മാറുകയാണ്. ആ മാറുന്ന ലോകത്തെ മലയാളിയായി ജീവിക്കണം നമുക്ക്. നിർഭാഗ്യവശാൽ ഇവിടുത്തെ UDF നയങ്ങൾ കേരളത്തിന്റെ വളർച്ചയെ, വികസനത്തെ തടസ്സപ്പെടുത്തുന്നതാണ്. കോൺഗ്രസും ലീഗും ഒത്തുചേർന്ന് നടത്തുന്ന പ്രവർത്തനം നമ്മുടെ നാടിന്റെ ഭാവിയെ തകർക്കുന്നതാണ്. ഇടതുപക്ഷത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ വളർച്ചയെ തടയുക എന്ന ലക്ഷ്യമാണ് ഈ UDF-നുള്ളത്. അത് തന്നെ ലീഗിനും കോൺഗ്രസിനും പ്രത്യേകമായിട്ടുണ്ട്. BJP ആകട്ടെ നമ്മുടെ നാടിനെയാകെ തകർക്കുന്ന നിലപാടുകളും രാഷ്ട്രീയവുമായി മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കാലം കമ്മ്യൂണിസ്റ്റുകാരുടെയും രാഷ്ട്രീയത്തിന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള കാലമാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുക എന്നത് ഈ കാലത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ്. യാതൊരു സംശയം ഉണ്ടാവണ്ട. വലിയ മാറ്റങ്ങൾ നമുക്ക് ചുറ്റും കാണില്ലേ? ഞാനൊരു 15 കൊല്ലം മുമ്പ് ശ്രീലങ്കയിൽ ചെല്ലുമ്പോൾ ശ്രീ വിമുക്തി പെരുമുന എന്ന് പറയുന്ന പാർട്ടിയുടെ ഓഫീസിൽ പോയി. അവിടെ അഖിലേന്ത്യാ സെക്രട്ടറിനെ വിളിച്ചു, സംസാരിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് പല അഭിപ്രായ വ്യത്യാസമുണ്ട്. നമുക്ക് ചില അഭിപ്രായ വ്യത്യാസത്തെ കുറിച്ചുണ്ടായിരുന്നു, ഈ ചില നിലപാടുകളെ കുറിച്ച്. അതൊന്നും അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളുടെ നല്ല വിശ്വാസം ആർജിച്ച് വളരാൻ പോവുകയാണ് എന്നൊക്കെ ഞാൻ വിശ്വസിച്ചില്ല. പറയുമ്പോൾ അങ്ങനെയല്ല പറയും, ഉടനെ വളരും എന്നൊക്കെ പറഞ്ഞു. ഇപ്പതാ അവിടുത്തെ ആ പാർട്ടിയുടെ നേതാവ് ഒരു ഇടതുപക്ഷക്കാരൻ, തൊട്ടടുത്ത ഏറ്റവും എളുപ്പം വണ്ടി കയറിപ്പോൾ വിസിം പാസ്പോർട്ടൊന്നും വേണ്ട, ടിക്കറ്റ് എടുത്തിട്ട് പോയാൽ മതി. ആ ശ്രീലങ്കയിൽ ചെന്ന് ഇറങ്ങിയാൽ ഒരു ഇടതുപക്ഷക്കാരൻ ഇപ്പൊ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 3 പേരെ പാർലമെന്റിൽ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. മനസ്സിലായാലും നമുക്ക് 4 3 ഉണ്ടായിരുന്നുള്ളൂ.
ഇപ്പോഴോ 62% ജനങ്ങളുടെ പിന്തുണയോടുകൂടി 2/3 ഭൂരിപക്ഷമുള്ള പാർട്ടിയായിട്ട് ആ ഇടതുപക്ഷ പാർട്ടി അവിടെ മാറിയിട്ടുണ്ട്. ആ വടക്ക് നേപ്പാളില് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു ഗവൺമെൻറ് കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ മാറ്റത്തിന് ലോകം സാക്ഷ്യം വഹിക്കുകയാണ്. വലിയ വലതുപക്ഷ മുന്നേറ്റങ്ങളുമുണ്ട്, സംശയിക്കേണ്ട. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയും. ഇപ്പം അമേരിക്കയിൽ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ, പിന്നെ ഇറ്റലിയിൽ, ഇപ്പോൾ കുറച്ച് ജർമ്മനിയിൽ ഒക്കെ തന്നെ വളർന്നു വരുന്നൊരു രാഷ്ട്രീയം തൊഴിലന്വേഷിച്ച് വരുന്നവരിലുള്ള വിരോധം പ്രചരിപ്പിക്കുന്നതാണ്. വളർന്നു വരുന്നൊരു രാഷ്ട്രീയം മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുന്നത്, ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്നതാണ്. ആ രാഷ്ട്രീയവും ലോകത്തുണ്ട്. വേറൊരു ഭാഗത്ത് പൊരുതുന്ന ജനങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവണ്ട, ഈ ലോകം വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന പ്രാഗതന്മാരുടെ കൂടെയല്ല, പൊരുതുന്ന ജനതയുടെ കൂടെ തന്നെയാണ് നിൽക്കുക എന്ന കാര്യത്തിൽ ഭാവിയെക്കുറിച്ചുള്ള തികഞ്ഞ പ്രതീക്ഷയാണ് കമ്മ്യൂണിസ്റ്റുകൾ. എന്തുകൊണ്ടെന്നാൽ സമൂഹത്തിന്റെ ചലനങ്ങളിൽ എല്ലാ കാലത്തും പ്രമാണിവർഗത്തിന് മേധാവിത്വം പുലർത്തി മുന്നോട്ട് പോകാനാവില്ല. ജനങ്ങൾ അവരെ മുറിച്ച് ഇതിനെ മുറിച്ചടക്കുന്നതിനെയും. അതുകൊണ്ടാണ് വലിയ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്ന ബി.ജെ.പിക്ക് ഭൂരിപക്ഷം പോയില്ലേ? ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കരുത്തിലാണോ ബി.ജെ.പിയുടെ ഭൂരിപക്ഷം പോയത്? അല്ല. ഇന്ത്യയിലെ ഭൂരിപക്ഷം ആളുകൾ മതനിരപേക്ഷവാദികളാണ് എന്നതിന്റെ കരുത്തിലാണ് ബി.ജെ.പിയുടെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. എന്നാൽ ആ ബി.ജെ.പി ഇപ്പോഴും അവിടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് മഹാഭൂരിപക്ഷം ജനങ്ങളെ വർഗീയതയുടെ ചേരിക്കെതിരായി അണിനിരത്തുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്ക് നിർവഹിക്കേണ്ടതുണ്ട്. ആ ഉത്തരവാദിത്വത്തിന്റെ ഏറ്റവും മുന്നിൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം. ബദലായ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട്, മുതലാളിത്തത്തിന് ബദലായ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ച് ലോകവിസ്മയം പോലെ സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാക്കിയ നാടാണ് കേരളം. ആ കേരളത്തിലെ ഇടതുപക്ഷത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടുത്തെ വലതുപക്ഷ ശക്തികൾ, വർഗീയവാദികൾ, അതിൽ ഭൂരിപക്ഷ ഹിന്ദുത്വ വർഗീയ ശക്തികൾ, നമ്മുടെ നാട്ടിലെ ന്യൂനപക്ഷ വർഗീയതയുടെ വ്യത്യസ്തങ്ങളായ മുഖങ്ങൾ ഇപ്പം നടത്തുന്ന പരിശ്രമങ്ങളെ നമുക്ക് അതിജീവിക്കാനാവണം. അങ്ങനെ അതിജീവിച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനിയും വലിയ മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കണം എന്നുള്ള നിലയിലുള്ള ചർച്ചകളാണ് ഈ 24ാം ദേശീയ സമ്മേളനം ചർച്ച ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ നല്ല മര്യാദക്കാരായിരിക്കണം എന്ന കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട്. ഒരു സംശയക്കാര്യത്തിൽ ഉണ്ടാവരുത്. കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യക്തിജീവിതം, കമ്മ്യൂണിസ്റ്റുകാരുടെ പെരുമാറ്റം ഈ സമൂഹത്തിലെ എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ സമീപിക്കാൻ കഴിയുന്നവരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കൾ പ്രവർത്തിക്കണം എന്ന് സംബന്ധിച്ചും വളരെ ഗൗരവപൂർവമായ ചർച്ച പാർട്ടി നടത്തുകയാണ്. കാരണം നമ്മുടെ എതിരാളികൾ വലിയ തോതിൽ പാർട്ടിയെ തകർക്കാൻ വരും. വലിയ കളവുകൾ അവർ പ്രചരിപ്പിക്കും. ആ കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ട് തിരിച്ചു പോകുമ്പോൾ ഇതല്ലായിരുന്നു ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നത്, ഞാൻ ചിന്തിച്ചതിനും വ്യത്യസ്തതയുള്ള, മനുഷ്യസ്നേഹിയായ, ശാസ്ത്രയുക്തിബോധമുള്ള, മനുഷ്യനന്മയെക്കുറിച്ച് എല്ലായ്പ്പോഴും ആലോചിക്കുന്ന, ദുർബല പക്ഷപാതിത്വമുള്ള, ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുറപ്പാക്കാൻ ആവശ്യമായ ചർച്ചകൾ പാർട്ടിക്കകത്ത് നടത്തുക. പാർട്ടിയുടെ ഇന്നുള്ള പ്രവർത്തനത്തിലെ പരിമിതികളെക്കുറിച്ച് ഗൗരവമായി കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അത് ഈ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ നല്ല ഇവിടെ പറഞ്ഞ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കും, വളണ്ടിയർ മാർച്ചുകൾ സംഘടിപ്പിക്കും, ഒരുപാട് പരിപാടികൾ. ചില ആൾക്കാർ നിങ്ങൾക്ക് എന്തിനാ വളണ്ടിയർ മാർച്ച്, നിങ്ങൾക്ക് എന്തിനാ ഈ കലാപരിപാടി, എന്തിനാണ് പ്രകടനം, എന്തിനാ ഇപ്പോൾ ഈ പൊതുയോഗത്തിൽ നമ്മൾ ഇരിക്കുന്നത്, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ കുത്തി നോക്കിയാൽ പോരെ, വെറുതെ എന്തിനാ ഇങ്ങനെയൊക്കെ പോയി ഇരുന്ന് ഇങ്ങനെ ഇരിക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞങ്ങൾക്കൊരു ഉത്തരമുണ്ട്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉടമസ്ഥന്മാരുണ്ട്. ആ ഉടമസ്ഥന്മാർ ഞാനല്ല, എൻ്റെ മുന്നിലിരിക്കുന്ന ജനങ്ങളാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുക. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥന്മാർ ജനങ്ങളാണ്. ആ ജനങ്ങളോട് എല്ലാം പങ്കുവെച്ചും അവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. മനുഷ്യന് ഉണ്ടാവുന്ന എല്ലാ പ്രശ്നത്തിനും കമ്മ്യൂണിസ്റ്റുകാർ ഇടപെടുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടി കഴിയുന്നതനുസരിച്ച് എല്ലാവരെയും സഹായിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി മനുഷ്യ നന്മക്ക് വേണ്ടി ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വലിയ ശാസ്ത്രീയ കാഴ്ചപ്പാടോടുകൂടി ഈ CPIM പ്രവർത്തിക്കുകയാണ്. ഇനിയും വളരേണ്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, എതിരാളികളുടെ വലിയ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ച് മുന്നേറേണ്ട ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വലിയ ചുമതലകൾ നമുക്ക് ഏറ്റെടുക്കാണ്ട് അത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകളാണ് 24ാം ദേശീയ സമ്മേളനം നടത്തുന്നത്. ഒരുപാട് കാര്യങ്ങൾ ആ നിലയിൽ നമ്മുടെ പാർട്ടി ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ ഒക്കെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ മുഴുവൻ നടത്തുന്ന ചർച്ച ഇന്നത്തേതിനേക്കാൾ കരുത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കാൻ, ഇന്നുള്ള പരിമിതികളെ തിരുത്താനും ഇന്നുള്ള കാലപ്രത്യേകതയ്ക്കനുസരിച്ച് ആവശ്യമായ രാഷ്ട്രീയ സാമൂഹ്യ തീരുമാനങ്ങൾ എടുക്കാനും പാർട്ടിക്ക് കഴിയണം എന്ന കാഴ്ചപ്പാടോടുകൂടി വലിയ ചർച്ചകളാണ്, ഉൾപാർട്ടി ചർച്ചകളാണ് CPIM നടത്തുന്നത്. തീർച്ചയായിട്ടും ആ ഉൾപാർട്ടി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മധുരയിലെ ഈ പാർട്ടി സമ്മേളനം കഴിയുമ്പോൾ ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവരുത്, വളരെ വേഗതയിൽ വളരുന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി CPIM മാറ്റാനാണ്
പരിശ്രമിക്കുന്നത്. ആ തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.